ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. എന്താ ചേട്ടാ ബാഗൊക്കെ ആയിട്ട് ഇതെവിടെ പോവാ? എന്തേ? അല്ല ബാഗൊക്കെ ആയിട്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ടെന്ന്. നിന്നോട് പറയാനുള്ള കാര്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയും. എന്നാലും ബാഗൊക്കെ എടുത്തോണ്ടാ ഞാൻ. എന്താ ബാഗൊന്നും എടുക്കാൻ പാടില്ലേ? ഞാനൊരു സ്ഥലം വരെ പോവുക. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും. ഇന്നലെ രാത്രിയിലും കവല കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കിയല്ലേ? അതെ അതെ. അത് പിന്നെ നീ കവലയിലൂടെ പോരാൻ നേരത്ത് ആ പെട്ടിക്കടക്കാരൻ റാഫി നിന്നെ കളിയാക്കിയ? ഇല്ല. എങ്കിൽ കളിയാക്കി. നീ നടന്നു പോരുമ്പോ അവൻ നിന്നെ കളിയാക്കി കമന്റ് പറഞ്ഞു എന്ന് ആ ഇല്ലിപ്പറമ്പിലെ ലോനിച്ചേട്ടൻ പറഞ്ഞുവല്ലോ. ഞാനൊന്നും കേട്ടില്ല. ആ, നീ കേൾക്കാതെ തന്നെ കളിയാക്കിയതിനാ ഞാൻ അവനൊന്ന് കൊടുത്തത്. ഇനി അവൻ നിന്നെ കേൾപ്പിച്ചും കളിയാക്കരുത്, കേൾപ്പിക്കാതെയും കളിയാക്കരുത്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറക്കുകയില്ല. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രഭാഷകൻ 28-ാം അധ്യായം 1-6 വാക്യങ്ങൾ. അല്ല പോലീസ് വല്ലതും? ചേട്ടാ, ഈ മദ്യപാനവും പെട്ടെന്നുള്ള ദേഷ്യമൊക്കെ ഒന്ന് ഒഴിവാക്ക്. ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് ഒഴിവാകും. നീ ഒന്ന് പോയേ. നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട. ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാ മതി. പിന്നെ നിന്റെ കയ്യിൽ രൂപ വല്ലതും ഉണ്ടോ? എത്ര ചേട്ടാ? ഒരു 500 രൂപ വേണ്ടി വരും. ആകെ അത്ര എന്റെ കയ്യിലുള്ളൂ. ആ, അതിങ്ങേട്. ഹലോ. ആ അതെ. ഏയ് ഞാൻ ഇല്ലടാ. ഞാനൊരു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവുക. അതെ, നീ ഓഫീസിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ആ, ഞാൻ ഇറങ്ങാൻ പോയേട്ടാ. എന്താ? അതെ, എന്നെ അന്വേഷിച്ച് ചിലപ്പോ പോലീസ് വരാൻ സാധ്യതയുണ്ടേ. ഇവിടെ ആരും ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് പോയിക്കോളും. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ഓഫീസിലേക്ക് പോവാതെ ഇവിടെ പള്ളിമുറ്റത്ത് വരാൻ പറഞ്ഞത് എന്താ ചേച്ചി? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ നാൻസി, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയില്ല. എന്തു പറ്റി? ഞാൻ മിക്കവാറും ഈ മാസം കൂടി ഓഫീസിൽ വരും. ആകെ കൂടി പ്രശ്നാ നാൻസി. ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ഓഫീസിലെ റോമി ഇല്ലേ? ആ, റോമിക്കെന്താ? എന്റെ അനുജന്റെ പ്രായമേ ഉള്ളൂ. എന്നിട്ടും എന്തൊരു ശല്യാന്നറിയോ? ഓരോ വർത്താനങ്ങളും ചിരി നോട്ടമൊക്കെ ആയിട്ട്. ഇതാണോ കാര്യം? അത് നല്ല ചുട്ട മറുപടി കൊടുത്ത ഒതുങ്ങിക്കോളൂ. ഞാൻ പലവട്ടം ഉപദേശിച്ചു നോക്കി. ഉപദേശിക്കോ? അയ്യോ, അതുകൊണ്ടൊന്നും ഈ വക ജാതികളൊന്നും നേരെയാവൂലേ ചേച്ചി. ഇതെങ്ങാനും എന്റെ ചേട്ടൻ അറിഞ്ഞ തീർന്നു. അതാ എനിക്ക് പേടി. അല്ലേ തന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഉടക്കുണ്ടാക്കുന്ന ആളാ ചേട്ടൻ. ഇതിനൊക്കെ എന്തിനാ ചേട്ടനെ ചേച്ചിനെ അറിയിക്കുന്നേ? ഇത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മൾ തന്നെയെന്ന് പറഞ്ഞാ നാൻസിക്ക് അറിയോ? ഞാൻ വഴിയിലൂടെ നടന്നു പോയപ്പോ ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോയ ആളാ എന്റെ ചേട്ടൻ. സത്യത്തിൽ അയാൾ എന്താ പറഞ്ഞെന്ന് പോലും എനിക്കറിയില്ല. എന്റെ ചേച്ചി തൽക്കാലം ഇത് ചേട്ടൻ അറിയിക്കണ്ട. ജോലി രാജിവെക്കുകയും ഒളിച്ചോടുകയും ഒന്നും വേണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ചേച്ചിക്കിത് നേരത്തെ എന്നോട് പറയാറുന്നില്ലേ? ചേച്ചി തിരിച്ചു പ്രതികരിക്കാതിരുന്നതാ കൂടുതൽ പ്രശ്നം. ഇത് നാൻസി,
വേറെ കുഴപ്പമൊന്നും ഉണ്ടാവരുത്. മയത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. മയത്തില് പെരുമാറി ഉപദേശിക്കാൻ നിന്നിട്ടാ ഇതിപ്പോ ഇത്രയും വഷളാവാൻ കാരണം. ചേച്ചി ധൈര്യമായിട്ട് ഓഫീസിലേക്ക് വാ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി ഒന്നുമില്ല. അവന്റെ മാഹാത്മ്യം അളവുറ്റതാണ്. പ്രഭാഷകൻ 6-ാം അധ്യായം 15-ാം വാക്യം. ചേച്ചി വാ. ആ റോമിയൊന്ന് നിന്നേ. നാൻസി കുട്ടിയോ, ഇതെന്താ ഇതുവരെ പോയില്ലേ? ഇല്ല, തന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിന്നതാ. എന്നെയോ? എന്താ കാര്യം? കാര്യം അല്പം സീരിയസാ. അതാ ഓഫീസിൽ വെച്ച് സംസാരിക്കാതെ ഇവിടെ തന്നെ കാത്തു നിന്നത്. എന്താ നാൻസി കുട്ടി, വല്ല പേഴ്സണൽ മാറ്റർ ആണോ? ആ, ഇപ്പൊ പേഴ്സണലാ. പക്ഷേ അത് പബ്ലിക് ആവാതിരിക്കാൻ വേണ്ടിയാ മുൻകൂട്ടി ഒന്ന് പറഞ്ഞേക്കാന്ന് വെച്ചത്. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. തനിക്ക് എന്താടോ ആ റാണി ചേച്ചിനെ കാണുമ്പോ ഇത്ര ഇളക്കം? താൻ ചേച്ചിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഞാനോ? മെസ്സേജോ? ആര് പറഞ്ഞില്ല? ദേ റോമി, താൻ എന്റെ മുമ്പിൽ അധികം പൊട്ടം കളിക്കല്ലേ. റാണി ചേച്ചിയെ കാണുമ്പോഴൊക്കെ താൻ ചുമ്മാ അതും ഇതും പറഞ്ഞ് ശല്യം ചെയ്യാറുണ്ടെന്നും ചേച്ചിയുടെ ഫോണിലേക്ക് കൂടെ കൂടെ മെസ്സേജ് അയക്കാറുണ്ടെന്നും എനിക്കറിയാം. അയ്യേ, എന്റെ പൊന്നു നാൻസി, താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താനാണ് സത്യം. ഞാൻ മനസ്സാ വാച ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ദേ, എന്നത്തോട് സത്യം ചെയ്താലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. അല്ല, ഞാനത് താനൊന്ന് വിശ്വസിക്കാൻ വേണ്ടി. എന്നെ ഇപ്പൊ അങ്ങനെ വിശ്വസിപ്പിക്കണ്ട. എടോ, തന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം. പണ്ട് താൻ എന്നോട് ഇതുപോലെ കുറെ നമ്പർ കാണിച്ചല്ലേ. അയ്യേ നാൻസി, അതൊക്കെ താൻ ഇതൊരു വിട്ടില്ലേ? ഞാനത് വെറുതെ ഒരു തമാശക്ക്. ഞാൻ അതൊക്കെ വിട്ടതാ. പിന്നെ എന്നോട് തമാശ കാണിച്ചാലുണ്ടല്ലോ കാലി കണക്കണ ചെരുപ്പൂരി ഞാൻ വേറൊരു തമാശ കാണിക്കും. പിന്നെ എന്റെ ചേട്ടൻ ഇതറിഞ്ഞാലുണ്ടല്ലോ കൈകൊണ്ട് കാലുകൊണ്ടായിരിക്കും തമാശ. മനസ്സിലായില്ലേ? അടിയും നല്ല തൊഴിയും കിട്ടുമെന്ന്. ഇതൊക്കെ എന്നോട് അന്ന് പറഞ്ഞിട്ടില്ലല്ലേ. എനിക്കിതൊക്കെ അറിയാവുന്ന കാര്യമല്ലേന്നേ. എങ്കിൽ തനിക്കറിയാത്തൊരു കാര്യമുണ്ട്. അതെന്ത് കാര്യം? എന്റെ ചേട്ടനേക്കാൾ നന്നായി തമാശ കാണിക്കാൻ അറിയാവുന്ന ആളാ റാണി ചേച്ചിയുടെ ഭർത്താവ്. പുള്ളിക്കാരൻ ഇത് അറിഞ്ഞാലുണ്ടല്ലോ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ചേച്ചി ഇത് കണ്ടില്ല കേട്ടില്ലാന്ന് വെച്ചത്. എന്റെ നാൻസി, ഞാൻ ഇതൊക്കെ വെറുതെ ഒരു തമാശക്ക് വേണ്ടിയല്ലേ. തനിക്കെല്ലാം ഒരു തമാശയാണോ? പിന്നല്ലാതെ, അങ്ങനെ വിചാരിക്കും. ഇങ്ങനൊരു ഒരു നാണമില്ലാത്ത മനുഷ്യനല്ലേ ഉദ്ദേശിച്ച. എല്ലാരും ഇതന്നെ പറയാറ്. ഞാൻ ആലോചിക്കായിരുന്നേ ഈ കഴിവൊക്കെ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന്. അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ. അത്ര നിർബന്ധമാണെങ്കിലേ ഞാൻ പോയതിനു ശേഷം താനത് ഓർത്തെടുത്താ മതി. പിന്നെ തന്റെ ഈ കഴിവും കൊണ്ട് ഇനിയും റാണി ചേച്ചിയുടെ അടുത്ത് ചെന്നാലുണ്ടല്ലോ സംഗതി വഷളാവും. അതോടെ തന്റെ തമാശ സങ്കടമായിട്ട് മാറുന്നല്ലേ. ആഹാ, അപ്പൊ കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാനും പറ്റും. പിന്നല്ലാതെ. നാൻസി, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നേ. എന്നിട്ട് പിന്നെന്താടോ തന്റെ പ്രവൃത്തിയിൽ അതൊന്നും കാണാത്തത്? എന്റെ നാൻസി, അതിന് നാൻസി ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം എന്നോട് പറയുന്നത്. റാണിയും പറഞ്ഞിട്ടില്ല. ഓഹോ, അപ്പൊ കുറ്റം മൊത്തം ഞങ്ങളുടേതായോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതോടെ താനിത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സാജൻ ചേട്ടന്റെ അടുത്ത് ഞാൻ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കും. അതാരാ സാജൻ? എടോ, റാണി ചേച്ചിയുടെ ഭർത്താവ്. പുള്ളിയെങ്ങാനിത് അറിഞ്ഞാലുണ്ടല്ലോ. നാൻസി നോക്കിക്കോ, എല്ലാം ഇന്നത്തോടെ അവസാനിച്ചു. ഇനി എന്നെ കൊണ്ട് ഒരു ശല്യവും റാണിക്കെന്നല്ല നമ്മുടെ ഓഫീസിൽ ആർക്കും ഉണ്ടാവില്ല. പോരെ? അതെ, ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ശരി. ഹലോ, എടാ, ഒരു അത്യാവശ്യ കാര്യം വേണ്ട, നമുക്ക് വേണ്ടപ്പെട്ട ആളെ കണ്ടപ്പോ സംസാരിക്കുന്ന. ഞാൻ ചേട്ടനിതെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഇവിടെ കാര്യമായിട്ടുള്ള ചർച്ച നടക്കണോണ്ടേ ഞാനവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കായിരുന്നു. ചർച്ചയോ? ആരാടി ഇപ്പൊ ഇവിടെ നിന്നോട് സംസാരിച്ചത്? ഓ, അത് ഞങ്ങളുടെ ഓഫീസിലൊരു സ്റ്റാഫാ. ചേട്ടൻ അറിയില്ലേ, റോമി? അവനുമായിട്ട് നിനക്കെന്ത് ഇത്രപ്പെടുത്ത് സംസാരിക്കാൻ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ നിന്ന് സംസാരിക്കണ പോരെ?
ഇപ്പൊ ഓഫീസ് ടൈമും കഴിഞ്ഞ് എല്ലാരും പോയപ്പോ പുറത്തു നിന്നൊരു പ്രത്യേക സംസാരം. അതെന്തിനാ? എന്റെ ചേട്ടാ, അതൊന്നും പറഞ്ഞാ ചേട്ടന് മനസ്സിലാവൂല. ആ, എനിക്ക് പറഞ്ഞാ മനസ്സിലാകാത്തത് നീ പറഞ്ഞ അവന് മനസ്സിലാവുമല്ല. ചേട്ടനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എങ്കിലും ഞാൻ സംസാരിക്കണ്ടെങ്കിൽ നീ കാര്യം പറയടി. അവനുമായിട്ട് നീ ഇത്രയും നേരം എന്താ സംസാരിച്ചത് എന്നോട് പറ. അത് ചേട്ടാ, ഞങ്ങള് വേറൊരു കാര്യം സംസാരിച്ചതാ. ആ, വേറെ കാര്യം സംസാരിച്ചാണല്ലേ? ആ കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. പറ, നീ പറ. നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണ മുഴുവനെ അവിടെ കാറിലിരുന്ന് ഞാൻ കാണണ്ടായി. അവന്റെ ഒരു കള്ളച്ചിരിയും നിന്റെ ഒരു പരിഭവവും ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാടി എന്തോ കള്ളത്തരമുണ്ടെന്ന്. സത്യം പറഞ്ഞോ, നിന്റെ ആരാണവൻ? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. മത്തായി 6-ാം അധ്യായം 21-ാം വാക്യം. അയ്യേ, എന്റെ ചേട്ടാ, ഞങ്ങൾ റാണി ചേച്ചിയുടെ കാര്യം സംസാരിച്ചതാ. ഏത് റാണി? ഞങ്ങളുടെ ഓഫീസിലെ ആ റാണി ചേച്ചി. ആ, ഇപ്പൊ ഈ പോയ റോമിയില്ലേ, അവന്റെ സ്വഭാവം അത്ര ശരിയൊന്നുമല്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ചേച്ചിക്ക് ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യം. കാണുമ്പോഴുള്ള കൊഞ്ചിക്കൊഴയിലും ഫോണിലുള്ള മെസ്സേജ് അയക്കലും. ചേച്ചി ഇതൊക്കെ വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനൊന്ന് അവനോട് ചോദിക്കായിരുന്നു. കഥ കൊള്ളാ, പക്ഷെ ഇത് വിശ്വസിക്കാനേ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്റെ ചേട്ടൻ സത്യം ഞാൻ പറയണത്. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. റാണിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവനോട് അങ്ങോട്ട് നേരിട്ട് പറഞ്ഞാ പോരെ? അത് വന്ന് നിന്നോട് പറഞ്ഞ് നീ അവനോട് പോയി ചോദിച്ച് നീ എന്താണ് ഓഫീസിലെ ഗുണ്ടേ കൊട്ടേഷൻ എടുത്തണ്ട നീ? അല്ല പിന്നെ അതല്ല, പിന്നെ ഏതാണെന്ന് വെച്ചാ പറയടി നീ. റാണി ചേച്ചി ആളൊരു പാവമാ. ചേച്ചി ആരെങ്കിലും ശല്യം ചെയ്താ പാവന്മാർക്ക് ഒരു അക്ഷരം മിണ്ടൂല, നിന്ന് കരയത്തേ ഉള്ളൂ. ചേച്ചിയുടെ ഭർത്താവിനോട് പറയാന്ന് വെച്ചാ പുള്ളിയുടെ സ്വഭാവം ചേട്ടൻ അറിയാഞ്ഞിട്ടാ. ആ, എനിക്ക് പുള്ളിയുടെ സ്വഭാവം അറിയാൻ പാടില്ല, ശരിയാണ്. പക്ഷെ നിനക്ക് എന്റെ സ്വഭാവം അറിയാമോ? ഞാൻ ഈ കാണുന്ന പോലെയൊന്നും അല്ല. ഏട്ടഞ്ഞ വെറും കൂതറയാണ്, കൂതറ. എന്നെ പ്രാന്ത് കയറ്റിയാലുണ്ടല്ല. ഓഫീസിൽ നിന്ന് എല്ലാരും പോയപ്പോ അവളുടെ ഒരു ഡിസ്കഷൻ. നീ വാടി വീട്ടിലേക്ക്. പ്രാന്ത് കയറാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? ദേ, ഞാൻ പറഞ്ഞ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഇവളെ ഞാൻ വിശ്വസിച്ചോ വിശ്വസിച്ചില്ല എന്നുള്ള അവിടെ നിൽക്കട്ടെ. ആ, എങ്കിൽ പിന്നെ വിശ്വസിക്കണ്ട. എന്താ നീയൊന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ നീ? കേട്ടു. ഇല്ലേട്ടാ, ഞാൻ ആരും ശല്യം ചെയ്യാറില്ല, ഇങ്ങോട്ട് ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ അങ്ങനെയല്ലോ കേട്ടത്. നീ ഓഫീസിൽ ആ റാണിയെ ശല്യപ്പെടുത്താറുണ്ടോ? അവരുടെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കാറുണ്ടോ? ഇല്ല, ഇല്ലെന്ന് പച്ചക്കള്ളം, ശുദ്ധ നുണയാണ്. നീ റാണിയെ ശല്യം ചെയ്തതിന് എന്റെ ഭാര്യ നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? വഴക്ക? എന്നെ? ഇല്ല. അപ്പൊ പിന്നെ അല്ല, നീ എന്റെ ഭാര്യയായിട്ട് സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചാ, എന്റെ ചേട്ടാ, എന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഞാനപ്പൊ അതിന് മറുപടി പറയും, അല്ലാതെ ഞാനായിട്ട് ഒന്നും ചോദിക്കാറില്ല അല്ലേ? ഇല്ലെന്ന്. ഞാനിപ്പൊ പറഞ്ഞ ഈ പ്രശ്നം എന്റെ ഭാര്യ നിന്നോട് ചോദിച്ചിട്ടില്ല അല്ലേ? എന്ത് പ്രശ്നം? എടാ, റാണിയെ നീ ശല്യം ചെയ്യണ കാര്യം. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ പിന്നെ ഓഫീസിന്റെ താഴെ വെച്ചേ നീയും എന്റെ ഭാര്യയും കൂടി പിന്നെ എന്തെന്നാ സംസാരിച്ചോണ്ടിരുന്നത്? എടാ, ഇന്നലെ വൈകുന്നേരം. നീ എന്നാ മറന്നുപോയാ? ഇന്നലെ? അത് പിന്നെ ചേട്ടാ, ഇന്നലെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടപ്പോ വെറുതെ ഇങ്ങനെ നാൻസി എന്നോട് ചോദിച്ചു സുഖമാണോന്ന്. ഞാൻ പറഞ്ഞു സുഖമാണെന്ന്. ഇത്രയും ചോദിക്കാൻ പറയാൻ ചെയ്തോളൂ അല്ലേ? അതേന്നേ, സത്യമായിട്ടും. ചേട്ടനാണ് സത്യം. നീ ഇപ്പൊ പോയിക്കോ. പക്ഷെ നമ്മൾ തമ്മിലൊന്നും കൂടി കാണേണ്ടി വരും. ഇന്ന് തന്നെ ഡേറ്റും സമയമൊക്കെ ഞാൻ പറയാ. മോൻ ചെല്ല്. ശരി ചേട്ടാ. എടി ഭയങ്കരി, നീ എന്നോട് നോണ പറയണല്ലേ? എടാ ഭയങ്കര. അല്ലെങ്കിൽ നീയാണോ എന്നോട് നോണ പറയണത്? എന്റെ ദൈവമേ, ഇതിങ്ങ രണ്ടും കൂടി നുണ പറഞ്ഞ് ഇനി എന്നെ പറ്റിക്കണം. വീടില്ല ഞാൻ രണ്ടിനെയും. ഇനി സത്യം തെളിയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ റാണീനൊന്ന് കാണണം. ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു. എന്നാൽ അവന്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയാണ്. സഭാപ്രസംഗകൻ 7-ാം അധ്യായം 29-ാം വാക്യം.
ഇങ്ങനെ ഒരു കാര്യം നടന്ന സ്ഥിതിക്ക് എനിക്ക് സാജനോടൊന്ന് ചോദിക്കണമല്ലോ. അല്ല, അതിപ്പോ തന്നെ നമുക്ക് ചോദിച്ച് ക്ലിയർ ചെയ്യാല. റാണി, 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 റാണി. ആ, എന്താ ഏട്ടാ? അതെ, നിന്റെ ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? ഇല്ലേ? ഇല്ല. അല്ല, നാൻസി പറഞ്ഞു റാണിയെ ഓഫീസിലുള്ള ഒരു പയ്യൻ ശല്യം ചെയ്യാറുണ്ടെന്ന്. ശല്യോ? എന്നെ എങ്ങനെ ആരും ശല്യം ചെയ്യാറില്ല. പിന്നെന്തിനാ നാൻസി എന്നോട് അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? അല്ല സാജ, ഇവരുടെ ഓഫീസിൽ റോമി എന്ന് പറഞ്ഞ ഒരു പയ്യൻ റാണിയെ സ്ഥിരമായിട്ട് ശല്യം ചെയ്യാറുണ്ടെന്ന് നാൻസി എന്നോട് പറഞ്ഞു. കുറച്ച് ദിവസമായി സംഭവം നടന്നിട്ട്. പിന്നെ സാജൻ ഇവിടെ ഇല്ലെന്നറിയാവുന്നത് കൊണ്ടാണ് ഈ സംഭവം ചോദിക്കാൻ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. അതേതാ ഈ റോമിയോ? റോമിയോ അല്ല ചേട്ടാ, റോമി. അതൊരു പയ്യനാ. നമ്മുടെ അപ്പൂന്റെ ഒക്കെ പ്രായമുള്ളന്നേ. അതിനെ കൊണ്ട് ഈ പറഞ്ഞ ശല്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നാൻസി എന്നോട് അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ആ, അതാണ് ഞാനും ആലോചിക്കുന്നത്. ഒരുപക്ഷെ നാൻസിക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അതായിരിക്കും അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ അവളോട് പ്രത്യേകം എടുത്ത് ചോദിച്ചാണെന്നേ. അപ്പോഴും പറഞ്ഞത് അവൻ റാണിയാണ് ശല്യം ചെയ്യണേന്നാ. അങ്ങനെയുണ്ടെങ്കിൽ ഞാനത് ചേട്ടനോട് പറയാതിരിക്കുവോ? അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെന്നോട് പറയാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. നീ ചെന്ന് ഒന്നുകൂടി നാൻസിയോട് ചോദിക്കും. ചിലപ്പോ നാൻസിയെ തന്നെ ആയിരിക്കും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിന്നോടത് പറയാനുള്ള മടി കൊണ്ടായിരിക്കും അത് തുറന്നു പറയാത്തത്. നീ അതറിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലെന്ന് വിചാരിച്ചേ. അത് ശരിയാ, ചിലപ്പോ അത് അങ്ങനെ തന്നെയായിരിക്കും. ഏതായാലും ഇനി അതൊന്നും ചോദിക്കാൻ പോണ്ട. അവനെ കൊണ്ടിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം മുൻപ് കുഴപ്പമുണ്ടായിരുന്നോ? അല്ല, അങ്ങനെയല്ല. അവൻ അത്തരത്തിലുള്ള പയ്യനല്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ അത് ചുമ്മാ ഒരു പ്രശ്നമാക്കി എടുക്കണ്ട. ഏതായാലും റാണിക്ക് അവനെ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഇല്ലെന്നേ. എന്നാ ശരി, ഞാൻ ചെല്ലട്ടെ. അതൊന്നൊരു പോക്കാ. ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോകാന്നേ. ഹേയ് വേണ്ട സാജ, ഇനി ഒരിക്കലാണ്. ശരി എന്നാ ഞാൻ പറ്റോ. പിന്നെ എനിക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലേ അതൊന്ന് ക്ലിയർ ചെയ്യാതെ ഒരു സമാധാനം കിട്ടൂലെന്നേ. അതുകൊണ്ടാണ്. അതാണ്. ശരിയാണ്. ഓക്കെ. അമ്പടി ചേട്ടാ, വാ ചായ എടുക്കാം. നീ ഇനി ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടാ, ദൈവത്തെ ഓർത്ത് ഞാൻ പറയണോന്ന് കേൾക്ക്. ഞാൻ ആ ചെറുക്കനായിട്ട് ചേട്ടൻ കരുതുന്നത് പോലെ യാതൊരുവിധ ബന്ധവുമില്ല. എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ ചേട്ടൻ ഇതെല്ലാം ആ റോമിയോടും താണി ചേച്ചിയുടെ വീട്ടിലെല്ലാം പോയി അന്വേഷിച്ച് ഇത് ഇത്രയും വലിയ വിഷയമാക്കിയത്. ഇത്രയും വലിയ വിഷയം ആക്കിയത് കൊണ്ടല്ലേ നീ പറഞ്ഞത് കള്ളമാണെന്ന് തെളിഞ്ഞത്. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. ഇല്ല 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 എന്ന് പറഞ്ഞാലേ കള്ളം സത്യമാവൂല. ഞാൻ പറഞ്ഞ സത്യം ഒന്ന് തെളിയിക്കാൻ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേട്ടൻ തന്നെ പറ. നീ ഒന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. എന്ത്? നീ പറഞ്ഞതെല്ലാം നേരാണെന്ന് തെളിയുന്നവരെ നീയും ഞാനും തമ്മിൽ ഇനി കാണില്ല. നീ നിന്റെ വീട്ടിലും ഞാൻ നമ്മുടെ വീട്ടിലും. ചേട്ടാ, എന്താ ഈ പറയണേ? നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇതിലിനി മാറ്റൂല. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഒന്നിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റൂല. ശരിയായിട്ടാ, ഇതുപോലെ ഇത് മുന്നോട്ട് പോയാ ഈ ഇരുട്ടുമാതിരി നമ്മുടെ ജീവിതം ഇരുട്ടിലാവും. അതിനേക്കാൾ നല്ലത് നമ്മൾ പിരിഞ്ഞിരിക്കുന്നത്. ചേട്ടൻ വന്നോ? ഇതെവിടെയായിരുന്നു ഇത്ര നേരം? ഇന്ന് ഉച്ച കഴിഞ്ഞ് ഓഫീസില്ല, നേരത്തെ വരാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയൂ. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ചോദിച്ചതാ, അപ്പൊ നീ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന്. റോമിയുടെ കാര്യമാണോ? അതെ. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ അത്. ആ നാൻസിയെ എനിക്ക് നല്ല പോലെ അറിയാം. ആവശ്യമില്ലാതെ അങ്ങനെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയില്ല കുട്ടി. എന്നിട്ടും നീ അത് നിഷേധിക്കുന്നു. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇല്ല ചേട്ടാ, അത് നിനക്കറിയാവോ, ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇന്നവരുടെ ഫാമിലി ലൈഫ് ആകെ താറുമാറായിരിക്കുക. ഇതും പറഞ്ഞ അവര് തമ്മിലുള്ള വഴക്ക്. അവൻ നാൻസിയെ വീട്ടിൽ കൊണ്ടാക്കി.
ഇതൊക്കെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില്ല. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇതിന്റെ എല്ലാം സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. ഇനി അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും നീ എല്ലാം തുറന്നു പറയണം. നിങ്ങൾ എന്ത് മണ്ടത്തരവി കാണിച്ചത്? ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിനക്കത് ആദ്യം എന്നോട് പറഞ്ഞ പോരായിരുന്നു. ചേട്ടാ, ചേട്ടൻ എന്താ ഈ പറയുന്നേ? നീ വിചാരിച്ചു ഞാനിത് കേൾക്കുമ്പോ തന്നെ ആ പയ്യനോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ച് വഴക്കും പ്രശ്നമൊക്കെ ആവുന്നല്ലേ? അതെ. അന്ന് 5 ദിവസത്തെ ധ്യാനം കൂടി വന്നതിന് ശേഷം എന്റെ ദേഷ്യം എടുത്തിയാട്ടൊക്കെ എവിടെ പോയിന്ന് എനിക്കറിയില്ല. എന്നിൽ മാറ്റം വന്നപ്പോ എന്റെ പ്രവൃത്തികളിലും മാറ്റം വന്നു. ഈ പ്രശ്നത്തിന്റെ പേരിൽ നീ എന്നോട് നുണ പറഞ്ഞപ്പോ അവരുടെ ഫാമിലി ലൈഫ് പ്രശ്നത്തിലായി. അതിന് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങണം. ഞാൻ നാളെ തന്നെ നാൻസി പോയി കാണാൻ ചേട്ടാ. കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് വഷളാകുമെന്ന് ഞാൻ കരുതിയില്ല നാൻസി. സാജൻ ചേട്ടനും വിൽസനും ഒന്നിച്ചു വന്ന് ആ റോമിയുടെ കാര്യം ചോദിച്ചപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. എല്ലാം എന്റെ കുഴപ്പമാ ചേച്ചി. കൂടുതൽ കുഴപ്പങ്ങളുണ്ടാവാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ഞാൻ കരുതിയത് എന്റെ വിൽസൺ ചേട്ടന്റെ ധൈര്യത്തിലാ. അതേ വിൽസൺ ചേട്ടൻ തന്നെ എന്നെ സംശയിക്കുകയും അവിശ്വസിക്കുകയും ചെയ്തപ്പോ ഞാനിതെല്ലാം സാജൻ ചേട്ടനോട് പറയാതെ നാൻസിയോട് പറഞ്ഞത് സാജൻ ചേട്ടനെ പേടിച്ച. എന്നാൽ ഈ വിഷയം സാജൻ ചേട്ടൻ ഗൗരവമായിട്ട് എടുക്കാതെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്ന എനിക്ക് മനസ്സിലായത് ഇന്നലെ എല്ലാം സാജൻ ചേട്ടനോട് തുറന്നു പറഞ്ഞപ്പോഴാ. ഈ പ്രശ്നത്തിനൊക്കെ മുമ്പ് തന്നെ സാജൻ ചേട്ടന് ധ്യാനത്തിന് പങ്കെടുക്കാൻ പോകാൻ തോന്നിയാ മതിയായിരുന്നെന്ന് ഇപ്പൊ ചേച്ചിക്ക് തോന്നുന്നുണ്ടല്ലേ? സത്യം. അതെ നാൻസി, ഇത്ര സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം ധ്യാനത്തിന് ശേഷം തന്നെയാ. ദൈവം ചേച്ചി അനുഗ്രഹിക്കട്ടെ. എന്നാലും മനസ്സിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ എനിക്ക് ഇതെന്തെങ്ങനെയെന്നാ ഞാൻ ആലോചിക്കുന്നത്. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. പ്രഭാഷകൻ 33-ാം അധ്യായം 1-ാം വാക്യം. നാൻസി വിഷമിക്കണ്ട. സാജൻ ചേട്ടൻ വിൽസനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. എനിക്ക് ഉറപ്പുണ്ട് എല്ലാം അറിഞ്ഞു കഴിയുമ്പോ വിൽസൺ എന്നെ മനസ്സിലാക്കും. എന്റെ വിൽസ, കണ്ണുകൊണ്ട് കണ്ടാലും കാതുകൊണ്ട് കേട്ടാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായ അറിവില്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങൾ വെച്ച് ഒരു കാര്യം ഉള്ളതുപോലെ മനസ്സിൽ അംഗീകരിക്കുന്നതാണല്ലോ സംശയം. നിന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒരു സംശയമുണ്ട്. അത് മാറ്റി പഴയ പരസ്പര സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായി നിങ്ങൾ മാറണം. അതിനാദ്യം വേണ്ടത് നീ സത്യം തിരിച്ചറിഞ്ഞ് നാൻസിയെ മനസ്സിലാക്കണം. ഞാനിനി എന്ത് മനസ്സിലാക്കണമെന്നാണ് സാജനി പറയണത്? എടാ, ഞാൻ ഈ പറയുന്നതൊന്നും നീ സമാധാനമായിട്ട് മുഴുവനൊന്ന് കേക്ക്. നാൻസി പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. ആ റോമി റാണിയെ ശല്യം ചെയ്തത് റാണി പറഞ്ഞിട്ടാ നാൻസി അത് റോമിയോട് ചോദിച്ചത്. ആ കാര്യം ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരത് പുറത്തു വെച്ച് സംസാരിച്ചു. നീ അത് കണ്ട് സംശയിച്ചു. എന്നിട്ട് റാണി അങ്ങനെയല്ലോ പറഞ്ഞത്. അതെന്നെ പേടിച്ചിട്ട്. എന്റെ സ്വഭാവം നിനക്കും അറിയാവുന്നതല്ലേ. ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നറിയാത്തത് കൊണ്ടാ അവര് എന്നെ നിന്നെ അറിയിക്കാതെ സ്വയം കൈകാര്യം ചെയ്യാൻ നോക്കിയത്. ഒരുപക്ഷെ എല്ലാത്തിനും കാരണം എന്റെ ആ പഴയ സ്വഭാവമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്റെ ഭാര്യ ഇക്കാര്യം എന്നോട് പറയാതിരിക്കും. എന്നാലും നിനക്കിപ്പോഴും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ ഒരാളെ ഇങ്ങോട്ട് വിളിക്കാം. എടാ, ഇങ്ങ് വന്നേ. എല്ലാം എന്റെ തെറ്റായിട്ടാ. ഞാൻ റാണിയോട് മോശമായി പെരുമാറിയോണ്ട് അന്ന് എന്നെ വഴക്ക് പറയായിരുന്നു നാൻസി.
പിന്നെ നിങ്ങൾ രണ്ടുപേരും പേടിച്ചിട്ടാ ഞാനൊന്നും തുറന്നു പറയായിരുന്നു. സാജ, ഞാൻ നീ ഇനി ഒന്നും പറയണ്ട. പാവം നാൻസി ഇതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ചെന്ന് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. ശരി സാജ, എനിക്ക് അവളോട് എല്ലാത്തിനും മാപ്പ് പറയണം. ഇപ്പൊ തന്നെയെന്ന് ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോട്ടെ. ശരിയെന്ന്. ഓക്കെ. ചേട്ടാ, ചേട്ടൻ എങ്ങനെ ഇത്രയ്ക്ക് മാറിപ്പോയത്? എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്ക് ചേട്ടനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നേ. നാൻസി പറഞ്ഞപ്പോ ഞാൻ ചേട്ടനെ പറ്റിയൊന്ന് അന്വേഷിച്ചു. അപ്പോ ഞാനിങ്ങനൊന്നും അല്ല കേട്ടത്, അതുകൊണ്ടാ. അത് ലോകത്തിലെ എല്ലാത്തരം രോഗങ്ങൾക്കും മനസ്സിനും ശരീരത്തിനും എല്ലാം ചികിത്സിക്കുന്ന ഒരു വൈദ്യന്റെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റിന് പോയി. അപ്പൊ ആ ട്രീറ്റ്മെന്റ് അങ്ങ് ഫലിച്ചു. ചേട്ടൻ കൂടുതൽ വളച്ചുപിടിച്ചൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. എനിക്കൊരു ധ്യാനം കൂടണം. എന്തേട്ടാ, ഞാൻ നന്നാവൂല? ഇല്ല ഏട്ടാ, ഈ സ്വഭാവമൊക്കെ മാറ്റി എനിക്കൊന്നും നന്നാവാം. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ വചനം.